ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BEGE 141 അണ്ടർസ്റ്റാൻഡിങ് പ്രോസ്. ഓക്കെ, ഈ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അതിന് മുൻപായിട്ട് നമ്മളൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഒരു 2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എന്താണ് പ്രോസ്, എന്താണ് പോയട്രിയും പ്രോസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ്, അതേപോലെ തന്നെ ഫോംസ് ഓഫ് പ്രോസ്, ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രോസിനെ കുറിച്ചിട്ടാണ്. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ പ്രോസ് എന്താണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ, എന്താണ് പ്രോസ്? പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതാനും വായിക്കാനും മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോം ഉണ്ടല്ലോ, ആ ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോസ് എന്ന് പറയുന്നത് പോയട്രിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ളൊരു സംഭവമാണ്. പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഇമോഷണലി നല്ല ടച്ച് വരുന്ന, നല്ല ഫീലിങ്സ് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് എന്ത്, പോയട്രി എന്നൊക്കെ പറയുന്നത്. ബട്ട് നമ്മുടെ പ്രോസ് എന്ന് പറയുന്ന കാര്യം ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളത് ഒരാൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു സംഭവമാണ് പ്രോസ് എന്ന് പറയുന്നത്. അതേസമയം പോയട്രി ആണെങ്കിൽ എന്താണ്, നമ്മൾ പറയുന്ന കാര്യം നമ്മൾ ഡയറക്റ്റായിട്ട് പറയില്ല, അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുക. ആ സമയത്ത് അതിന് കുറച്ചും കൂടി ബ്യൂട്ടി കൂടുതലാണ്, അതേപോലെ തന്നെ ഒരു അട്രാക്റ്റീവ് ഉണ്ട് അതിന്. ഓക്കെ, ബട്ട് പ്രോസ് എന്ന് പറയുന്നത് നമ്മളെന്താണ്, പറയുന്ന കാര്യം ഡയറക്റ്റായിട്ടാണ് പറയുക. ഓക്കെ, പ്രോസിന് ഒരുപാട് ഫോംസ് ഉണ്ട്. അതായത് ഷോർട്ട് സ്റ്റോറി, നോവൽ, എസ്സേ, ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി, ഡയറി, സ്പീച്ച്, ലെറ്റേഴ്സ്, ട്രാവലോഗ്, ഇതെല്ലാം എന്തിൻ്റെ എക്സാമ്പിളാണ്? പ്രോസിൻ്റെ എക്സാമ്പിൾസാണ്. ഓക്കെ, പ്രോസിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, അഥവാ നമുക്ക് എന്ത് പറയാം, അതിനെ ഒരുപാട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ പഠിക്കാനുള്ളത് 3 കാര്യങ്ങളാണ്: ഡിസ്ക്രിപ്റ്റീവ് പ്രോസ്, നറേറ്റീവ് പ്രോസ്, എക്സ്പോസിറ്ററി പ്രോസ്. ഓക്കെ, ഈ 3 ഫോംസിലുള്ള പ്രോസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബുക്കിൽ പഠിക്കാൻ പോകുന്നത്. ഡിസ്ക്രിപ്റ്റീവ് പ്രോസിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മൾ സ്കൂൾ ടൈമിൽ നമ്മളെ ബുക്കിൽ കണ്ടിട്ടുള്ള ഒരു മെയിനായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഡിസ്ക്രൈബ് ദ പിക്ചർ പറഞ്ഞിട്ട് വരും. ഓക്കെ, ഒരു പിക്ചർ തന്നിട്ടുണ്ടാവും, എന്നിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ അതൊരു വില്ലേജിൻ്റെ പിക്ചറായിരിക്കാം, ചിലപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ പിക്ചറായിരിക്കാം, ചിലപ്പോൾ ഒരു ട്രീ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതേപോലെ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതാണ് എന്ത്, ഡിസ്ക്രിപ്റ്റീവ് പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരാൾ ഒരു ഫംഗ്ഷന് വന്നിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അയാളെ ഡിസ്ക്രൈബ് ചെയ്യുക? അയാളുടെ ഡ്രസ്സ്, അയാളുടെ ഡ്രസ്സിൻ്റെ കളറ്, അയാളുടെ ഹെയർ സ്റ്റൈല്, അയാൾ തൊപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ അത്, ആ തൊപ്പിയുടെ കളറ്, അയാൾ വന്ന വാഹനം, അയാളുടെ നടത്തത്തിൻ്റെ സ്റ്റൈല്. ഓക്കെ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, 1 by 1 ആയിട്ട് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഡിസ്ക്രിപ്റ്റീവ് പ്രോസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നറേറ്റീവ് പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു വന്ന വ്യക്തി, ഇയാൾ പങ്കെടുക്കുന്ന ഈ ഒരു പ്രോഗ്രാം, അതിൻ്റെ ഇവൻറ്റ് ബൈ ഇവൻ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ അയാൾ അവിടെ വന്നത് ഒരു 10 മണിക്കാണ്. ആ ടൈമിൽ തന്നെ എന്തായി, ആ പ്രോഗ്രാം സ്റ്റാർട്ടായി. സോ നെക്സ്റ്റ് അവിടെ നടക്കാൻ പോകുന്നത് ഒരു ഇനാഗുറേഷനാണ്. ആ ഇനാഗുറേഷൻ കഴിഞ്ഞു, പിന്നെ അവിടെ നടക്കാൻ പോകുന്നത് കുട്ടികളുടെ ഓരോ കലാപരിപാടികളാണ്. അപ്പോൾ ഫസ്റ്റ് ഉണ്ടായത് ഡാൻസാണ്, പിന്നെ ഉള്ളത് ഒരു പാട്ടാണ്. അങ്ങനെ 1 by 1 ആയിട്ട് ഇവൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നറേറ്റീവ് പ്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം എക്സ്പോസിറ്ററി പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നറേറ്റീവ് പ്രോസിൽ നിന്നും ഡിസ്ക്രിപ്റ്റീവ് പ്രോസിൽ നിന്നും ഭയങ്കര വലിയ വ്യത്യാസമാണ്. ഓക്കെ, നമുക്ക് ഈ ഡിസ്ക്രിപ്റ്റീവ് പ്രോസിലും നറേറ്റീവ് പ്രോസിലും ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യുക, നമ്മുടെ ഇമാജിനേഷൻസ് ആഡ് ചെയ്യുക, കുറേ ഫിക്ഷൻ ആഡ് ചെയ്യുക ഒക്കെ ചെയ്യുക. ബട്ട്
എക്സ്പോസിറ്ററിയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇമാജിനേഷൻസോ ഫിക്ഷൻസോ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതെന്താണ്, നടന്ന് കഴിഞ്ഞാൽ ട്രൂ സ്റ്റോറി അല്ലെങ്കിൽ ട്രൂ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ എന്തിലുണ്ടാവുക, എക്സ്പോസിറ്ററിയിൽ ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളാണ് എന്തിലായിട്ടുണ്ടാവുക, എക്സ്പോസിറ്ററിയിൽ ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്പൈസിനെ പറ്റിയിട്ടുള്ള റിസർച്ചുകൾ, അതേപോലെ നമ്മൾ 1995 എന്ത് സംഭവിച്ചു, ഓക്കെ, അതിന് മുൻപുള്ള വർഷങ്ങളിൽ എന്താണ് ഉണ്ടായത്, അങ്ങനെയുള്ള മെയിനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുക, എക്സ്പോസിറ്ററി പ്രോസിൽ യൂസ് ചെയ്യുക. അതായത് ട്രൂ ആയിട്ടുള്ള എലമെൻറ്റ്സ്, നടന്നു കഴിഞ്ഞ ട്രൂ ആയിട്ടുള്ള സംഭവങ്ങളെ പറ്റിയിട്ട് പറയുന്നതാണ് എക്സ്പോസിറ്ററി പ്രോസിൽ കൂടുതലായിട്ടും ഉണ്ടാവുക. അതിലെന്തില്ല, ഒരു നമ്മളുടേതായിട്ടുള്ള ക്രിയേഷൻസ് ഒന്നും അതിൽ പാടില്ല. അതായത് നമുക്ക് പഠിക്കാനുള്ള സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, അതിലൊന്നും എന്തില്ല, ഒരു നമ്മളുടേതായിട്ടുള്ള ഒരു ആഡിങ്ങും ഇല്ല. ഒക്കെ ഉണ്ടായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കുകയാണ്. ഓക്കെ, അത് നമ്മളൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല, നമ്മളതായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഒക്കെ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കുകയാണ്. ഓക്കെ, അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പോസിറ്ററി പ്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ഒരു എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞത്. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇനി ഇതെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് അപ്പോൾ നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതൊക്കെ ആയിരുന്നു. എന്താണ് പ്രോസും പോയട്രിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസ്, ഇതെല്ലാമായിരുന്നു നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കേണ്ടായിരുന്നത്. സോ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഈ 3 യൂണിറ്റിൽ നമുക്ക് ഒരു എക്സാമ്പിൾസ് വെച്ച് തരികയാണ്. ഡിസ്ക്രിപ്റ്റീവ് പ്രോസിന് എക്സാമ്പിൾ, നെറേറ്റീവ് പ്രോസിൻ്റെ ഒരു എക്സാമ്പിൾ, അതേപോലെ തന്നെ എക്സ്പോസിറ്ററിക്ക് ഒരു എക്സാമ്പിൾ തരിക. എന്നിട്ട് അതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാണ് എന്താണ് ഡിസ്ക്രിപ്റ്റീവ്, എന്താണ് നെറേറ്റീവ്, എങ്ങനെയാണ് അതൊക്കെ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്ന ചാപ്റ്റേഴ്സാണ് ഏതൊക്കെ, യൂണിറ്റ് 2, 3 and 4. അതിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി തന്നിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യൂണിറ്റ് 2 നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്ക്രിപ്റ്റീവ് പ്രോസാണ്. 2 പാസേജാണ് നമുക്ക് ആ ഒരു യൂണിറ്റിൽ തന്നിട്ടുള്ളത്. H.G. വിൽസൺ എഴുതിയിട്ടുള്ള ദ വാർ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവലും, അതേപോലെ തന്നെ ഇസാക് ദിനേഷിൻ്റെ ഔട്ട് ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു മെമ്മയറുമാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. 3ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത് നെറേറ്റീവ് പ്രോസാണ്. ചാൾസ് ഡിക്കൻസിൻ്റെ ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന നോവലിലെ ഒരു പാസേജും, അതേപോലെ തന്നെ വിക്രം സേത്സിൻ്റെ ഫ്രം ഹെവൻ ലൈക്ക് എന്ന് പറയുന്ന ഒരു ട്രാവലോഗിൻ്റെ ഒരു പാസേജുമാണ്. 4ാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് എക്സ്പോസിറ്ററി പ്രോസാണ്. റിച്ചാർഡ് റൈറ്റ്സിൻ്റെ 12 മില്യൺ ബ്ലാക്ക് വോയ്സ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. അത് കാറ്റഗറി എന്ന് പറയുന്നത് നോൺ ഫിക്ഷൻ, സോഷ്യൽ സയൻസ് ആൻഡ് ആഫ്രിക്കൻ അമേരിക്കൻ സ്റ്റഡീസിൽ പെടുന്നതാണ്. ഓക്കെ, അതൊരു ടെക്സ്റ്റ് ബുക്കൊക്കെ പോലെ ഉള്ള ഒരു എലമെൻ്റാണ്, ഒരു സോഷ്യൽ സയൻസാണ്. ഓക്കെ, അതായത് നോൺ ഫിക്ഷനായിട്ടുള്ള സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി പറയുന്ന ഒരു ബുക്കാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇതിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 20 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ഈ ഭാഗത്തുനിന്ന് വരിക. ഓക്കെ, അതായത് ഡിസ്ക്രിപ്റ്റീവ് പ്രോസ് എന്താ, നെറേറ്റീവ് പ്രോസ്, എക്സ്പോസിറ്ററി, ഇതിലേതെങ്കിലും ഒന്ന്. അതേപോലെ തന്നെ സിമിലി, മെറ്റഫർ, അതായത് ഫോംസ് ഓഫ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തുനിന്ന് ഇത് രണ്ടും കൂടെ 10 മാർക്ക് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും പാസേജുകളുണ്ടല്ലോ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ യൂണിറ്റ് 2, 3, 4, ഇതിന്ന് ഏതെങ്കിലും ഒരു പാസേജ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് ഇതിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ യൂണിറ്റ് 1-ത്തെ 2 ക്വസ്റ്റ്യൻസ് 10 മാർക്ക് വെച്ചിട്ട് ചോദിക്കും. അതല്ലെങ്കിൽ ഈ ബാക്കിയുള്ള 3 ചാപ്റ്റേഴ്സിൽ, അതായത് 2, 3, 4 ഇതിലത്തെ ഏതെങ്കിലും
ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 20 മാർക്കിന്. ഓക്കെ, ഇതാണ് ഇതിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. സോ നിങ്ങൾ എല്ലാം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് എക്സാമിന് എഴുതാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് വായിച്ചു പോവുക. സോ നമുക്ക് ഈ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. കാരണം എല്ലാം കൂടെ ഒപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പ്രോസിനെ പറ്റിയിട്ടും നെറേറ്റീവ് പ്രോസ്, എക്സ്പോസിറ്ററി, ഇതിൽ മൂന്നിലും പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഇടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ട് ഇടാം. എനിക്ക് തോന്നുന്നു 1 by 1 ആയിട്ട് ഇടാണ് നല്ലതെന്നാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കി എടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ എല്ലാതും കൂടെ ആവുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് വീഡിയോസ് ഇടാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. സോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.